ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്താ ഇവിടെ നടക്കുന്നേ? എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് എന്നെ ചാവും എന്ന് എല്ലാ ഹണ്ടേഴ്സും പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ജൂയി എഴുന്നേക്ക്, എഴുന്നേക്ക് ജൂയി, ഏയ് ജൂയി, ഒന്നുമില്ല, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് സാങ്. നമ്മൾ രക്ഷപ്പെട്ടു. നീ അപ്പോ എല്ലാവരോടും മാറാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ചേനെ എല്ലാവരും മരിച്ചേനെ. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് നിനക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലേ? സത്യം പറ എന്ന സോങ് അവനോട് ചോദിക്കുന്നു. അത് പിന്നെ എനിക്ക് എന്തോ നടക്കാൻ പോകുന്ന പോലെ തോന്നിയിരുന്നു, അതാ. മിസ്റ്റർ സോങ്, നിങ്ങളുടെ ഒരു കൈ. സോ നോക്കുന്ന സമയത്ത് സോങ്ങിന്റെ ഒരു കൈ അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലും മോശമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്ന് സോങ്ങും പറയുന്നു. പിന്നീട് കൈ മുറിഞ്ഞ സ്ഥലത്തു നിന്നും ബ്ലഡ് പോകുന്നത് സാങ് കെട്ടിക്കൊടുക്കുന്നു. ഞാൻ ജൂയിയോട് ആദ്യം തന്നെ ചോദിക്കണമായിരുന്നു, അവൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഒരു ബി റാങ്ക് ഹണ്ടർ ആയിട്ട് പോലും അവളെ സിമ്പിൾ ആയിട്ടുള്ള മിഷൻസിനെ അയക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുൻപ് തന്നെ 2-3 ഡി റാങ്ക് ഡഞ്ചൻസിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഡി റാങ്ക് ഡഞ്ചൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാട്രൻ ടെമ്പിളിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ദൈവത്തെ ബഹുമാനിക്കണം, ദൈവത്തെ സ്തുതിക്കണം, നിങ്ങളുടെ വിശ്വാസം ദൈവത്തെ അറിയിക്കണം. ഈ റൂൾസ് ആരൊക്കെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അവരെ കൊണ്ട് ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോകാൻ സാധിക്കില്ല. മിസ്റ്റർ സാങ്, നിങ്ങൾ ഈ പറയുന്ന ദൈവം ശരിക്കും ഒറിജിനൽ ആണോ എന്ന് ജിൻഹു ചോദിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു പോർട്ടൽ ഓപ്പൺ ആയ സമയത്താണ് സാധാരണ മനുഷ്യർക്ക് മാജിക് പവേഴ്സ് കിട്ടിയത്. സോ അങ്ങനെ കിട്ടിയ ശക്തി ഒരിക്കലും ട്രെയിനിങ് ചെയ്ത് കൂട്ടാൻ സാധിക്കില്ല. പിന്നീട് നമ്മൾ 2 പെൺകുട്ടികളെയാണ് കാണുന്നത്. നിന്റെ ബ്രദർ ഒരു ഹണ്ടർ അല്ലേ എന്നതിലൊരുത്തി ചോദിക്കുന്നു. ആ അതെ, പക്ഷേ അവനൊരു ഈ റാങ്ക് ഹണ്ടറാണ്. എപ്പോഴും അടി മേടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരാറ്. കഴിഞ്ഞ ആഴ്ച പോലും ബാൻഡേജ് ഒക്കെ വെച്ചേട്ടാ വീട്ടിലോട്ട് വന്നേ. അതല്ല, നീ എന്തിനാ ഇപ്പൊ അവനെ പറ്റി ചോദിക്കുന്നേ എന്ന് അവളോട് ചോദിക്കുന്നു. വെറുതെ ചോദിച്ചതാ, ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് വളരെയധികം കഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു പ്ലാൻ കണ്ടെത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് സോങ് പറയുന്നു. അപ്പോഴാണ് അവരുടെ കൂടെ വന്ന ഒരു ഹണ്ടർ, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല, എന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്റെ സ്പീഡിന്റെ മുമ്പിൽ അതിനൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അവൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒറ്റ സെക്കൻഡിൽ അവന്റെ 2 കാലും അങ്ങ് മുറിച്ചു കളയുന്നു. സോ അത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാൻ സാധിക്കും എന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നിട്ടെന്താ അത് നമ്മളെ ഒന്നും ചെയ്യാത്തത്? കണ്ടാലുടനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന മാജിക് ബീസ്റ്റിനേക്കാൾ ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് ആ റൂൾസിനെ പറ്റി അവർക്ക് വീണ്ടും ഓർമ്മ വരുന്നത്. മിസ്റ്റർ സോൺ, ആദ്യത്തെ റൂൾ ഒന്നുകൂടി ഒന്ന് പറയൂ. ഒന്നാമത്തെ റൂൾ, ദൈവത്തെ ബഹുമാനിക്കുക. അതെ, ദൈവത്തെ ബഹുമാനിക്കുക. ഈ സ്ഥലത്തിന് തനിയെ ഒരു റൂൾ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സൺ ജിൻഹു എഴുന്നേറ്റ് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ സ്റ്റാച്യു അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിന്റെ മുമ്പിൽ തല കുനിഞ്ഞു നിൽക്കുന്നു. സോ അത് അവനെ അറ്റാക്ക് ചെയ്യുന്നില്ല. എല്ലാവരോടും അതിന്റെ മുൻപിൽ തല കുനിഞ്ഞു നിൽക്കാൻ പറയുവാണ് സങ്. അവൻ പറഞ്ഞതുപോലെ എല്ലാവരും അതിനെ ബഹുമാനിക്കുന്നു. പെട്ടെന്നതാ ആ പ്രതിമ ചിരിക്കുന്നു. അത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നിൽക്കുവാണ്. നമ്മൾ അതിനെ ബഹുമാനിച്ചപ്പോ അത് നമ്മളെ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേക്കുവാണ്. ശരി വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് പറയുവാണ് സങ്. പെട്ടെന്ന് തന്നെ ആ പ്രതിമ അവിടെ നിന്നും എഴുന്നേക്കുന്നു. പേടിച്ചു വിറച്ചുകൊണ്ട് എല്ലാവരും ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ്. നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സോൺ. ഇല്ല, പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിനകത്തുള്ള റൂൾസ് എല്ലാം തന്നെ പാലിച്ചേ പറ്റൂ എന്ന് സങ്ങും പറയുന്നു. രണ്ടാമത്തെ റൂൾ എന്താ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അതിനെ സ്തുതിക്കണം എന്ന് സോൺ പറയുന്നു. പക്ഷേ അതിനെ എങ്ങനെ സ്തുതിക്കണം എന്ന് ഇവർക്ക് അറിയാൻ പാടില്ല. അപ്പോഴാണ് അതിലൊരു ഹണ്ടർ ലോകത്തിലെ എല്ലാ ദൈവങ്ങൾക്കും ഒരേപോലെയാണ് സ്തുതിക്കുന്നത്. സോ ഇതിനും അതുപോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അതിന്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ ഇവിടെ നിന്നും പുറത്തെത്തിക്കാൻ നിന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുക എന്നവൻ വിളിച്ചു പറയുന്നു. പെട്ടെന്നതാ ആ സ്റ്റാച്യു അവനെ അങ്ങ് ചവിട്ടി കൊല്ലുന്നു. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചു പറിച്ച് താഴെ ഇരുന്ന് പോയ ഒരു ലേഡിയെ ചവിട്ടി കൊല്ലുവാണ് ആ പ്രതിമ. എല്ലാവരും ഒരേ സ്ഥലത്തിരിക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് സോൺ വിളിച്ചു പറയുന്നു. സോ എല്ലാവരും പല വഴിക്ക് ഓടുവാണ്. ഞാൻ ഇവിടെ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി എന്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന പാർക്കിനെ 2 കഷ്ണമാക്കുവാണ് അവന്റെ പുറകിലുള്ള പ്രതിമ. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം. പക്ഷേ എന്ത് പറഞ്ഞ് സ്തുതിക്കും? കണ്ടിട്ട് ഇതൊരു ദൈവമൊന്നുമല്ല, ഇതൊരു ചെകുത്താനാ.
ജോയെ ഒറ്റക്കെട്ടി എന്നെ കൊണ്ട് ഇവിടെ നിന്നും പോവാനും സാധിക്കില്ല. എന്താ ചെയ്യാ ആലോചിക്ക്. സോ ഇതിനോടകം തന്നെ മറ്റൊരു ഹണ്ടറെയും ഒരു പ്രതിമ കൊന്നു കളയുന്നു. അപ്പോഴാണ് അവിടെയുള്ള പ്രതിമകളെല്ലാം സങ് നോക്കുന്നത്. ഓരോ പ്രതിമകളുടെ കയ്യിലും ഓരോ സാധനങ്ങളുണ്ട്. അതിൽ ചില പ്രതിമകളുടെ കയ്യിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. സോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഒരാളെ കൊല്ലാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉള്ള പ്രതിമയുടെ അടുത്ത് പോയി നിൽക്കാൻ പറയുവാണ് സങ്. അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നു. അതെല്ലാം തന്നെ പ്ലേ ആവാൻ തുടങ്ങുന്നുണ്ട്. ജോയിയും സങ്ങും ഒരു പ്രതിമയുടെ മുമ്പിൽ പോയി നിൽക്കുവാണ്. പക്ഷേ അത് വായിക്കുന്നില്ല. ഒരുപക്ഷെ 2 പേരുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ സങ് ജോയി അവിടെ നിർത്തി മറ്റൊരു പ്രതിമയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്നു. അവൻ അവിടെ നിന്നും പോയതും ആ പ്രതിമ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം സങ് വളരെ വേഗത്തിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉള്ള മറ്റൊരു പ്രതിമയുടെ അടുത്തോട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവന്റെ പുറകെ തന്നെ ആ വലിയ സ്റ്റാച്യുവും വരുന്നുണ്ട്. അവനിപ്പോ അതിനെ കൊല്ലുവിടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവന്റെ മുൻപിലുള്ള പ്രതിമയുടെ മുമ്പിലോട്ട് അവൻ ചാടുന്നു. എന്നാൽ അവന്റെ മുൻപിലുണ്ടായിരുന്നത് ആയുധം വെച്ചിരിക്കുന്ന ഒരു പ്രതിമയായിരുന്നു. അതല്ല, അതിന്റെ അപ്പുറത്തുള്ളതാണ് ഇൻസ്ട്രുമെന്റ് ഉള്ള സ്റ്റാച്യു എന്ന് വിളിച്ചു പറയാണ് സോൺ. എന്നാൽ ഇതിനോടകം തന്നെ ആ സ്റ്റാച്യു അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇല്ല, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല, ഇല്ല എന്ന് പറഞ്ഞ് ജിൻഹു ഇഴഞ്ഞിഴഞ്ഞ് ആ സ്റ്റാച്യുവിന്റെ മുമ്പിലോട്ട് പോവാണ്. എന്നാ ആ വലിയ സ്റ്റാച്യു അവന്റെ പുറകിലൂടെ വന്ന് അവനെ അങ്ങ് ചവിട്ടുവാണ്. സോ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉള്ള സ്റ്റാച്യൂസും പ്ലേ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. സോ ജിൻഹു അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജോയി അവന്റെ അടുത്തോട്ട് ഓടി വരുന്നു. നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ കാലുകളിലോട്ട് നോക്കുന്നു. സോ അവന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പേടിക്കേണ്ട ജോയി, ഇതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും എന്ന് പറയുവാണ് സങ്. സോ ബ്ലഡ് പോവാതിരിക്കാൻ ജോയി ഇപ്പോ അവനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനുണ്ടല്ലോ, പിന്നെ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ജോയി ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുവാണ്. സോ അവളെ കൊണ്ട് അത് താങ്ങാൻ സാധിക്കുന്നില്ല. ഇതിനെല്ലാം കാരണം ഇവനാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുവാണ്. ഇല്ല, നമ്മൾ എല്ലാവരും കൂടി ചേർന്നല്ലേ തീരുമാനമെടുത്തേ എന്നൊരു ഹണ്ടർ പറയുന്നു. ഇല്ല, ഇതിനെല്ലാം കാരണം ഞാനാ അവസാനമായിട്ട് തീരുമാനമെടുത്തത് എന്ന് അവരുടെ ലീഡറായിട്ട് വന്ന സോൺ പറയുന്നു. തർക്കിക്കാനുള്ള സമയമില്ല ഇത്, ഇനിയും ഒരു റൂൾ കൂടി ബാക്കിയുണ്ട് എന്ന് സങ് മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമ കൈ ഉയർത്തുന്നത്. ഫ്ലോറിൽ നിന്നും ഒരു പ്രത്യേക സാധനം പൊങ്ങി വരുന്നു. അത് കണ്ടുടനെ തന്നെ സങ്ങിന് കാര്യം മനസ്സിലാവുന്നു. അതാണ് ബലിപീഠം. പുരാണങ്ങളിൽ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ 3ാമത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ദൈവത്തോട് തെളിയിക്കുക. ഇത് കേട്ട് എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നു. ഒരാളെ ബലി കൊടുത്ത് വേണം അത് ദൈവത്തെ തെളിയിക്കാൻ. ഇത് കേട്ട കിം സോങ്ങിന് നേരെ സ്വോർഡ് പിടിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് കുടുംബത്തെ പറ്റി ആകാംക്ഷയോടെ സംസാരിക്കുന്ന ഒരുത്തനെ കണ്ടിരുന്നു. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ 2 കഷ്ണമായിട്ട് താഴെ വീണു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നീ തന്നെയല്ല പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സമയമായെന്ന്. നീ എന്താ ഈ പറയുന്നേ? ശരി, ഞാൻ തന്നെ ആ ബലിപീഠത്തിലോട്ട് പോകാം എന്ന് സോങ് അവരോട് പറയുന്നു. മിസ്റ്റർ സങ് മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ തീരുമാനമെടുത്തേ. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് സങ്. ഇതേ സമയമാണ് മിസ്റ്റർ സോൺ ബലി കൊടുക്കുന്ന സ്ഥലത്തോട്ട് എത്തുന്നത്. അവരെത്തിയ ഉടനെ തന്നെ അവിടെ ഒരു തീ കത്തുന്നു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് അങ്ങേര് വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്നെ അതിന്റെ അടുത്തോട്ടൊന്ന് കൊണ്ടുപോകൂ എന്ന് ചോദിക്കുവാണ് സങ്. അങ്ങനെ 2 പേർ അവനെ പൊക്കിക്കൊണ്ട് അതിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് സോങ് ചോദിക്കുന്നു. ഇന്നേക്ക് ഈ ഗേറ്റ് ഓപ്പൺ ആയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സോ ഈ ഗേറ്റ് മുഴുവനായിട്ട് ഓപ്പൺ ആവാൻ ഇനിയും 7 ദിവസത്തോളം എടുക്കും. ഇതിനകത്തു നിന്നും ഇനിയും ഒരുപാട് വിചിത്ര ജീവികൾ പുറത്തോട്ട് വരും. അത് ഇനി എപ്പോ നടന്നാലും ദുഷ്ടശക്തികൾ ഇനിയൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറും. എല്ലാ റെയ്ഡിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ആ ഡഞ്ചന്റെ പ്രധാനപ്പെട്ട രാജാവിനെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ആ റെയ്ഡ് കംപ്ലീറ്റ് ആവൂ. സോ ഇപ്പൊ ഇവരിവിടെ തോറ്റുപോയാൽ ഇതിനകത്തുള്ള എല്ലാവരും പുറത്തോട്ട് വരും എന്ന് സങ് പറയുന്നു. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടിയെ കാണുന്നു. അവളിപ്പോ അവളുടെ അമ്മയുടെ അടുത്തോട്ട് വരുവാണ്. ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുവാണ് അവളുടെ അമ്മ. അവൾ അവളുടെ വിശേഷങ്ങളൊക്കെ അവളുടെ അമ്മയോട് പറയുന്നു. പിന്നീട് വീണ്ടും സങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരോടും അവന്റെ അടുത്തോട്ട് വരാൻ പറയുന്നു. എല്ലാവരും ആ ബലി കൊടുക്കുന്ന സ്ഥലത്തോട്ട് എത്തിയ ഉടനെ അവിടെ നീല കളറുള്ള തീ കത്തുവാണ്. അപ്പോ തന്നെ ആ ഗേറ്റും ഓപ്പൺ ആവുന്നു. ഇനി നമുക്ക് പുറത്തോട്ട് പോവാല്ലേ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഓരോന്നോരോന്നായി കെടുന്നത്. ഇതുവരെ അനങ്ങാതെ നിന്നിരുന്ന എല്ലാ സ്റ്റാച്യൂസും ഇപ്പൊ അവരുടെ അടുത്തോട്ട് വരുവാണ്. ഇത് കണ്ട് പേടിച്ച് ഒരു ലേഡി പുറത്തോട്ട് ഓടുവാണ്. ഇവരെല്ലാവരും അവളെ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. പക്ഷേ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. മാത്രമല്ല അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട സമയത്ത് ഓറഞ്ച് കളറുള്ള ഫയർ ഒന്ന് കെട്ടുപോകുന്നു. സമയത്തിനനുസരിച്ച് ബ്ലൂ കളറും ഓരോന്നോരോന്നായി കെട്ടുപോകുന്നു. ഇതൊക്കെ കണ്ട് അവിടെ നിന്നും മറ്റൊരു ഹണ്ടറും ഓടുവാണ്. അവൻക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇപ്പോ 2 ഓറഞ്ച് കളർ ഫയർ അണഞ്ഞിരിക്കുന്നു.
ആരും ഇവിടെ നിന്ന് ഓടരുത്. ഈ നീല കളർ ഫയർ ഒരു ടൈമർ പോലെയാണ്. അത് മുഴുവനായിട്ട് അണഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് സൺ പറയുവാണ്. ഒരുപക്ഷെ ഈ നീല വെളിച്ചം നമുക്ക് രക്ഷപ്പെടാനുള്ള സമയമാണെങ്കിലോ? ഇത് അവസാനിച്ച നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊല്ലുവെങ്കിലോ എന്ന് സോൺ ചോദിക്കുന്നു. ഈ ടീമില് നീയാണ് വളരെ ബലശാലിയെന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും ഇപ്പോ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ്. എന്നാ ഇപ്പോ പുറത്ത് എന്റെ ഫാമിലി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതിനു മോളിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കിമ്മും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് സോൺ അവരോട് പറയുന്നു. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഇരിക്കുന്നത് വരെ ഈ ഡഞ്ചൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. നീ ഇനിയും ഒരുപാട് കാലം ജീവിക്കണം. അപ്പോഴാണ് ജൂവി ആ കാര്യം പറയുന്നത്. അവളെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല. ജിന്നിനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവളുടെ എല്ലാ ശക്തിയും പോയിരിക്കുന്നു. ജൂവിയെ ഇവിടെ നിന്ന് കൊണ്ടുപോ എന്ന് സങ് പറയുന്നു. ഞാനിവിടെ നിന്നോളാന്ന് നിന്നോടല്ലേ ഇപ്പൊ പറഞ്ഞേ എന്ന് സോൺ അവനോട് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരെ ഇപ്പൊ ഇവളെ ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സങ്. നീയില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് ജൂവിയും പറയുന്നു. പുറത്തു പോയതിനു ശേഷം ഡിന്നറിന് ഞാൻ നിന്നെ കൊണ്ടുപോവാന്ന് വാക്ക് തന്നതാ. ഫുഡിന്റെ ചെലവിന് നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റൽ അവൾക്ക് കൊടുക്കുന്നു. ഞാൻ ഇവിടെ നിന്നും തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ വന്ന് ഇത് വാങ്ങിക്കോളാം. നിന്നെ കൊണ്ട് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നേ എന്ന് ജോയി ചോദിച്ചതും അവളെ അടിച്ച് ബോധം കെടുത്തുവാണ് സോൺ. എന്നോട് ക്ഷമിക്കുക, ഇതല്ലാതെ ഇവിടെ ഇപ്പോ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് സോങ് അവിടെ നിന്ന് അവളെയും കൊണ്ടുപോകുന്നു. എന്തായാലും സങ്ങിന് ജൂവിയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. രണ്ടുപേരുടെയും കാലിന് വയ്യ. സോ ഇപ്പൊ അവിടെ സങ് മാത്രമേ ഉള്ളൂ. എന്തോ ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ മരിക്കുള്ളൂ. അതാലോചിക്കുമ്പോ കുറച്ച് സമാധാനമുണ്ട്. ഒരു ലൈഫ് ഇൻഷുറൻസ് പാക്കേജ് എടുത്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ചിന്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഡ് കയ്യിൽ പിടിക്കുവാണ് സങ്. നിങ്ങളിൽ ആരെങ്കിലും കൊന്നിട്ടേ ഞാൻ ചാവൂ, വാടാ. പെട്ടെന്ന് തന്നെ അതിനൊരു സ്റ്റാച്ചു അവനെ അറ്റാക്ക് ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിന് അവൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഞാൻ എപ്പോഴും ഒന്നിനും കൊള്ളാത്തവനാണ്, അതുകൊണ്ടാ എപ്പോഴും എന്നെ എല്ലാവരും കിൻഡിൽ ചെയ്യുന്നത്. എന്നാലും ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടേ ചാവും. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാച്ചു അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ ഒരു കൈ തന്നെ പറഞ്ഞു പോകുന്നു. എന്നാ ഇപ്പൊ അത് നടക്കില്ല. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരമായിരുന്നു. ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ധൈര്യമായിട്ട് എല്ലാം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങോട്ട് വന്നു. പെട്ടെന്ന് തന്നെ അവനെ മറ്റൊരു സ്റ്റാച്ചു അറ്റാക്ക് ചെയ്യുന്നു. നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല, നിന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റില്ല, എല്ലാം നീ നിന്റെ നല്ലതിന് വേണ്ടിയാ ചെയ്തേ എന്ന് കിം പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. എന്തുകൊണ്ടാ എപ്പോഴും നിരപരാധികൾ മാത്രം എല്ലായിടത്തും തോറ്റുപോകുന്നേ? എനിക്കും ഒരു ഫാമിലി ഉണ്ട്. ഞാനും വീട്ടിലോട്ട് ജീവനോടെ പോകണമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രം ഇവിടെ മരിക്കുന്നത് എന്തായാലും നന്നായി. നീ ഒരു മണ്ടനാണ്. നീ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണ്. നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചാവാൻ ആഗ്രഹമില്ല. എനിക്ക് ജീവനോടെ ഇരിക്കണം. ഇനിയൊരു അവസരം കിട്ടിയാ നന്നായി. നോട്ടിഫിക്കേഷൻ, രഹസ്യാന്വേഷണം, ദുർബലരുടെ ധൈര്യം. ഒരു പ്ലെയർ ആവാനുള്ള യോഗ്യതയൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ട്. 2 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഹൃദയം നിലക്കും. നിങ്ങൾക്കൊരു പ്ലെയർ ആവാൻ താല്പര്യമുണ്ടോ? സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.